നമ്മുടെ കരുണാപുരം പള്ളിയുടെ പ്രദക്ഷിണം വരുന്നത് നമ്മുടെ വാതിക്കൽ കൂടെയുള്ള റോഡിൽ കൂടെ ആട്ടോ. അപ്പൊ നമുക്ക് പ്രദക്ഷിണമൊക്കെ കാണാം. പ്രദക്ഷിണം വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അമ്പലത്തിന്റെ ഇവിടെ ഒക്കെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. റാസെല്ലാം മുന്നേ പോകുന്നുണ്ട് കേട്ടോ. പള്ളിയിൽ ഇത് ചെല്ലുന്നതിന് മുമ്പേ തന്നെ വെടിക്കെട്ട് തുടങ്ങിയല്ലോ. പള്ളിയിൽ നമ്മളെ അവിടുത്തെ കുരിശുപള്ളിയിൽ അവിടുന്ന് വെടിക്കെട്ട് തുടങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. അപ്പൊ ആ ചെന്ന് നിൽക്കുന്നില്ലേ, അതൊരു കുരിശുപള്ളി, അവിടെയും വെടിക്കെട്ടുണ്ട്. ഈ ലൈറ്റ് നമ്മുടെ ഉത്സവങ്ങള് എല്ലാം തീരാറായി കേട്ടോ. ഉത്സവങ്ങള് പെരുന്നാളുകളെല്ലാം തീരുവാ. ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഇല്ല, എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്തേക്കുന്നു. തമിഴ്നാട്ടുകാരുടെയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. ഇനി പള്ളിയിൽ ചെന്ന് കയറുമ്പോ അവിടെയും കാണും കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുന്നേ പോയിട്ട് പള്ളിക്ക് പോയി നിൽക്കാം. ഫുള്ള് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മിച്ചം നീളത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും നല്ല രസമുണ്ടല്ലേ. രാത്രി നല്ല രസം. ഈ പകല് ചൂടായതുകൊണ്ടേ രാത്രിയിലാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇപ്പൊ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ചൂടൊന്നും ബാധിക്കത്തേ ഇല്ല. ചൂടില്ല, ഇതാ നല്ലത്. അതെ, നമ്മുടെ ആൾക്കാരൊക്കെ വഴി നിൽപ്പുണ്ട് കേട്ടോ. അതെ, എല്ലാരും നിൽക്കുന്നു. പെരുന്നാളല്ലേ. അതെ 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 അതെ. നമ്മുടെ കരുണാപുരം സെന്റ് മേരീസ് ചർച്ചാണ്. ഇവിടുത്തെ പെരുന്നാളാണ് ഇന്ന്. അപ്പോൾ പ്രദക്ഷിണം അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുക. ഉണ്ടായിരുന്നു. പോകുന്ന വഴി ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റ് കൊണ്ട്. രാത്രിയിലാണ് പ്രദക്ഷിണം, രാത്രിയിലായിരുന്നു. അതുകൊണ്ട് ഫുള്ള് രണ്ട് സൈഡും അലങ്കരിച്ച് നല്ല രസമുണ്ട്. പള്ളിയാണെങ്കിലും ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഈ കരുണാപുരം പള്ളി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്നാണെന്നറിയോ, നമ്മൾ ആദ്യം ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ മുറ്റത്ത് നിറച്ച് കൊങ്ങിണിപ്പൂ ഉണ്ടായിരുന്നു. പടർന്ന് കിടക്കുന്ന പല കളറിലെ കൊങ്ങിണിപ്പൂവ്. ഇപ്പം അതില്ല. ഇപ്പം വെയിലായതുകൊണ്ട് കരിഞ്ഞതാന്ന് തോന്നുന്നു. അന്നേരം തൊട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. നല്ല ഭംഗിയായി പള്ളി ഇരിക്കുന്നതാണ് കാണാൻ. ഇത് നമ്മുടെ ഈ പള്ളിയുടെ തന്നെ കുരിശാണ്. വരുന്ന വണ്ടിയെല്ലാം ഇവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ താഴേക്ക് കമ്പത്തേക്കൊക്കെ പോകുന്നത്. എന്നാണല്ലേ ഈ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, സീസണൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു സമയങ്ങളാണ് അല്ലേ. നല്ല എല്ലായിടും കളർഫുള്ളായിരിക്കും. നല്ല അങ്ങനെ നമ്മുടെ ഏരിയ എഴുതി കേട്ടോ. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അമ്മയുടെ മനസ്സങ്ങ് തുള്ളിച്ചാടുന്നു. നാളെ കുറച്ചുകൂടെ കാണും. എന്നാന്നറിയോ, നാളെ ഗാനമേളയുണ്ട്. നാളെ കുറേയും കൂടെ കടകൾ കാണും. ഇപ്പോഴേ പ്രദക്ഷിണമൊക്കെ വരുന്നതേ ഉള്ളത് കൊണ്ട് കടയിലൊന്നും തിരക്കൊന്നുമില്ല, ആരുമില്ല. നമുക്ക് കയറിയെല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ പോകാം. അതുകൊണ്ടോ ഇനി നിറയെ മുത്തുമാലകള്. ഇതിപ്പോ അങ്ങനെ കാണാനില്ലേ ഇങ്ങനത്തെ മാലകളെ. നല്ല രസമുണ്ടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ കളറുണ്ട്. എല്ലാ കടകളും ഉണ്ട് കേട്ടോ. നമ്മുടെ ഡ്രോൺ മാസ്റ്റർ ഡ്രോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം പള്ളിയിലോട്ട് വന്ന് കയറുക കേട്ടോ. പ്രദക്ഷിണം പള്ളിയിൽ വന്ന് കയറാൻ പോകുന്നു. ഇനിയിപ്പോ ഇവിടെ കാണുമായിരിക്കുമല്ലേ, വെടിക്കെട്ടൊക്കെ കാണുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഉത്സവങ്ങളും എല്ലാം തീരാറായി. പെരുന്നാളുകളും എല്ലാം അല്ലേ. ഇതുപോലെ ആളുണ്ടല്ലേ.
ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു കേട്ടോ. പ്രദർശനമൊക്കെ അവസാനിച്ചു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങി. നാളെ ഗാനമേളയുണ്ട്. അതെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ ഓർക്കുന്നുണ്ട് ഇവിടെ വന്ന് ഗാനമേള കൂടി വയറ് മഴയായിരുന്നു ഗാനമേള ഇടന്ന്. അതെ അതെ അതെ. മഞ്ഞും തണുപ്പും പേരും. എന്നാലും നമ്മൾ വന്ന് കൂടിയിട്ടല്ലേ പോയത്. കൂടിയിട്ടാ പോയത്. നാളെയും കൂടെ കൂടിയേക്കാം അല്ലേ? നാളെയും കൂടാ. നമുക്ക് ഉത്സവം പെരുന്നാളിലൊന്നും നമുക്ക് മഴയും വെയിലും ഒന്നും ഒരു വിഷയമല്ല. എല്ലാവരും നമ്മൾ പോയി കൂടും. നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഏലത്തിനൊക്കെ നല്ല ചീറ്റിച്ച് വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. സ്പ്രിംഗ്ലറിന് നല്ല ചൂടാണ്. വെയിലിപ്പോ ഭയങ്കര ചൂടായല്ലേ. ഓ, വെയിൽ ഇനി മൂക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. കായെടുക്കുന്നുണ്ട്. കായെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, ഏലം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വെയിലത്ത് എങ്ങനെ ഇത് ചെടിയെല്ലാം പോകാതെ നിൽക്കുമോ? അങ്ങോട്ടൊക്കെ നോക്കണം. ചെടിയെല്ലാം ചെടി നല്ലതാന്ന് തോന്നുന്നു. ഓ, ഈ വെയിൽ അണ്ടമാനം എരമ്പിറക്കി കളഞ്ഞുകൊണ്ടേ മഴ പെയ്യുന്നൊക്കെ ഓർത്തല്ലേ എരമ്പിറക്കിയത്. അന്നേരം അല്ല ലാനിന എൽനിനോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ വരുന്നത്. അച്ഛയാണോ ഷെഫ്? ഇന്നേ അമ്മയ്ക്ക് പനിയാന്ന് പറഞ്ഞു. പറഞ്ഞല്ല പനിയാ. 2 ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാം. എന്താണ്? ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് അപ്പോൾ ചിക്കനും റൈസും ഉണ്ടാക്കിയാലോ? എന്നാൽ പിന്നെ സെറ്റാക്കിയേക്കാം. നമ്മുടെ കായ എടുക്കാൻ വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന അക്കാമാരുടെ ബാഗ് ഉണ്ടോ ഇരിക്കുന്നത്? എല്ലാവരുടെയും അതുപോലത്തെ സെയിം ബാഗാണ് കൊണ്ടിരുന്നത്. ഇത് വർഷങ്ങളായിട്ട് അവരുടെ കൂടെയുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒന്നും കിട്ടാനില്ല കേട്ടോ. അവിടെ ഇതൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് പനി? കൊള്ളാം. പനി കൊള്ളാമെന്നോ? ഒരു കാര്യം ചെയ്യും, കുഞ്ഞി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിത്താ. അമ്മയ്യാണ്. ആണോ? ഓ, പനിക്കാരിയെ കൊണ്ട് പണി എടുപ്പിച്ചെന്ന് പറയാനാടാ എന്നിട്ട് അവസാനം. ആണോ? എന്നാ റെഡിയാക്കിക്കോ. അത് കഴിയുമ്പോഴത്തേക്കും ഞാനും കോപ്പിയും കൂടെ ബാക്കിയെല്ലാം റെഡിയാക്കാം. എല്ലാ സാധനവും സെറ്റ് ചെയ്തെടുക്കാം. ഓരോന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടോ? സവോള ഞാൻ അരിയാം. ഈ വയ്യെന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നത് എന്നതിനാന്ന് മനസ്സിലായോ? നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കള അലമ്പാക്കുമെന്നും പറഞ്ഞാണ് എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഇരട്ടി പണിയാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ നമ്മള് അടുക്കള ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ അല്ലേ? വെക്കുന്ന കുഴപ്പമില്ല, ഇതുപോലെ തന്നെ അടുക്കള സെറ്റാക്കി തരണം. കുഴപ്പമില്ല. അതാണ് കുഞ്ഞി നല്ല സെറ്റായിട്ട് ഓളയെല്ലാം സെറ്റാക്കുന്നുണ്ട്. അവനെന്തോ അവന് ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കാന്നുള്ള പരിപാടിക്കാന്ന് തോന്നുന്നു. നോക്കൂലൊന്നും ഇല്ല, ഇങ്ങോട്ട് ഇറങ്ങി പണിതേ. സവോള പൊളിച്ച് കണ്ണ് നീറി നിൽക്കുന്നുണ്ടോ? ഈ സവോളക്ക് ഭയങ്കര വീട്ടില്ല കേട്ടോ. ആണോ? കുഞ്ഞിക്ക് കരയണമെന്നുണ്ട്, സവോള പൊളിക്കണമെന്നുണ്ട്. ഇങ്ങനെയാണ് എല്ലാവരും കൂടെ കോപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് ജോലി ചെയ്യുമ്പോഴേ പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. സവോളയൊക്കെ അത് മതി. നമുക്കൊരു കാര്യം ചെയ്താലോ, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിറകടുപ്പയിലോട്ട് വെച്ചാലോ? അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. ഈ പൊരി വെയിലത്ത് തീ പിടിപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇറങ്ങി അങ്ങ് നിന്നാൽ മതി, കത്തിപ്പൊക്കോ. ഈ പിടിക്കുമായിരിക്കും അല്ലേ? അത് പിടിച്ചോളും. കത്തട്ടെ. കുറച്ച് വിറക് കൂടെ പെറുക്കി അതിന്റെ മേളിൽ കൂടെ. വേറെ ഇരിപ്പുണ്ടോ? ഇതേണ്ട സൈഡിൽ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ എപ്പോൾ എടുക്കാം. വല്ലപ്പോഴും അടുക്കളയിലൊക്കെ കയറണം. അടുക്കള എല്ലാ ദിവസവും ഫുഡ് കഴിക്കാൻ വരുന്നല്ലേ? കഴിക്കാൻ വന്നിട്ട് കാര്യമില്ലല്ലോ. സാധനങ്ങളൊക്കെ എവിടാന്ന് അറിയണ്ടേ? വിറക് ഇവിടുന്ന് എടുക്കാം. ഇതുപോലെ ഓരോ സാഹചര്യം വരുമ്പോഴേ എല്ലാം ചെറിയ വിറകാ കേട്ടോ. ചെറുത് വെച്ചാൽ മതി, അന്നേരം പെട്ടെന്ന് തീ പിടിച്ചോളൂ.
കുഞ്ഞി സവാള വേണം ഞാൻ അരിയാൻ കേട്ടോ. സമയം പോലെങ്കിലേ ചതിക്ക് പിടിപ്പിച്ചൊന്നേരം. അച്ചമ്മച്ചി വിളിച്ചായിരുന്നോ? ഇന്നാ കല്യാണം, ഇന്ന് തിരക്കല്ലേ. ഇന്ന് വരികയല്ല, നാളെ വരത്തുള്ളൂ. ഉച്ച കഴിയണം തിരക്ക് പറയണമെങ്കിൽ. സദ്യ എല്ലാം കഴിയണ്ടേ? സദ്യ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അല്ലേ? ഉരുളിക്കകത്ത് വെക്കാം അല്ലേ? ഉരുളിക്കകത്ത് വെക്കാം. ചിക്കൻ എല്ലാം റെഡിയാക്കിയോ? അതെല്ലാം ഇച്ചിരി മുളകും മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടി വെച്ചത്. എന്നാൽ വീട്ടിൽ ഞാൻ കൊണ്ടു വെച്ചാൽ ഒരു കാര്യം ചെയ്യും, ഉരുളി വെച്ചേ ഉരുളി ചൂടാകട്ടെ. ചൂടാകുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിക്കാം. നിങ്ങൾക്കൊരു ഉത്സാഹമില്ല കേട്ടോ, 3 പേർക്ക് ഉത്സാഹമില്ല. ഞാനിത് ഇവിടെ ആ ഉരുളിയെല്ലാം കൊണ്ടു വെച്ച് നല്ലപോലെ ഉരുളി ചൂടായി. സവാള ആയിരുന്നു കുഞ്ഞി വേണ്ട വെളുത്തുള്ളിയെല്ലാം പൊളിച്ചെല്ലാം കൊണ്ടു വെച്ചു. ഇഞ്ചിയും റെഡിയായി. ഇനി ആ പച്ചമുളക് കൂടെ കഴിക്കോടാ. അത് കുഞ്ഞായിട്ട് അരിയണമെന്നില്ല, അത് നമുക്ക് ചതച്ചെടുക്കാം. പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ ഞാൻ അല്ലെ പിന്നെ ഉരുളി വാങ്ങി വെക്കേണ്ടി വരും. ചൂടായോ? ചൂടായി വരും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം. ചതച്ചെടുത്തോ? പെട്ടെന്ന് ആയിക്കോട്ടെ. പനി ആയതുകൊണ്ടാണെന്നല്ലോ ഒരു ഉത്സാഹമില്ലാതെ. ഉരുളി ചൂടായോ? ഉരുളിയൊക്കെ ചൂടായി, പെട്ടെന്ന് കൊണ്ടുപോകാം. ഉരുളി ചൂടായി. നമുക്ക് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്കിനും ഇതെന്നാന്നറിയോ, നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്, ഇല്ലീന്ന് വാങ്ങിച്ചാ. കടുകിടണ്ടേ? പിന്നെ കടുകിടണ്ടേ? കടുകിട്ടല്ലേ ഇതിരുന്നേ? എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ തിളച്ച അന്നേരം നമുക്ക് ഒത്തിരി നാളായിട്ടേ പരാതിയായിരുന്നു, നമ്മൾ അടുക്കളയിൽ കയറുന്നില്ല, ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമുക്ക് അതുകൊണ്ട് ചിക്കൻ കറിയും റൈസും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം അല്ലേ നീ? നോക്കിയേ, അച്ചമ്മച്ചി കല്യാണം കഴിഞ്ഞ് നാളെ വരുമ്പം കേൾക്കാം ഇതിൻ്റെ ബാക്കി. അച്ചമ്മച്ചി ഇല്ലാത്തപ്പോൾ നീ ചിക്കൻ കറിയും റൈസും ഉണ്ടാക്കിയെന്ന് പറയല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലേ? പിന്നെ എല്ലാം റെഡിയായി വരുന്നുള്ളൂ. ഞങ്ങൾ കടയിൽ പോയി കൊണ്ടുവന്നല്ലേ. ഇനി എപ്പോൾ ഉണ്ടായതൊന്നും അറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എണ്ണയൊക്കെ തിളച്ച് നമുക്ക് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടട്ടെ. കുഞ്ഞി മാറിയിരുന്നോണം. നേരത്തെ കുഞ്ഞിക്ക് ഭയങ്കര പേടിയായിരുന്നു കടുക് പൊട്ടുന്നത്. കടുക് വറുത്ത് വരുന്നുള്ളൂ. കടുക് പൊട്ടും. കഴിയുമ്പം പുറകെ നമ്മൾ കരിയാപ്പിലെ വറ്റൽ മുളക് മുറിച്ചത്, വറ്റൽ മുളക് കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. അതെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ വല്ലപ്പോഴും കേറിയിട്ടാ പറയുന്നത്, ഇതൊക്കെ നമ്മൾ സുഖം ഉണ്ടാക്കണം. അതെയല്ലേ. കരിയാപ്പിലെ നമ്മുടെ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്ത് സെറ്റായി. തവിയും കൂടി എടുത്തോണ്ട് തോന്നി. എന്നതാ തവി? തവി ഇവിടെ ഉണ്ടല്ലേ. അതൊന്ന് മൂത്തിട്ട് വേണ്ടേ സവാള? ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയാണോ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുവാണോ? അതിലേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും അല്ല, വറ്റൽമുളകല്ല, പച്ചമുളകും. പച്ചമുളക് ഇതേ വിറകടുപ്പിലായതുകൊണ്ടേ ഗ്യാസിലെ പോലെ നമുക്ക് പെട്ടെന്ന് തീ കൂട്ടാനും കുറയ്ക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വിറക് മാറ്റി മാറ്റി വന്നു. അപ്പം നല്ലപോലെ തീ കത്തുവാണെങ്കിൽ വിറക് നമ്മൾ 2-3 എണ്ണം തിരിച്ച് മാറ്റി വെക്കണം. കറി പെട്ടെന്നാവൂലേ? ഗ്യാസിലാണെങ്കിലേ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാൻ കൂട്ടുകയൊക്കെ ചെയ്തില്ലേ. കളറ് കൂടിയോ പച്ചമുളകില്ലേ? കളർ അങ്ങോട്ട് പോയെന്ന് വരുന്നേ ഉള്ളൂ. ഇനി എല്ലാ ദിവസവും ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞേക്കല്ലോ കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കൊള്ളാലോ. അതും കൂടി ഇട്. സവാള ഇടാറായില്ലേ? ഇടാനായി വരുന്നു. ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കും. പുകയടിക്കുന്നു. അമ്മയ്ക്ക് ഈ അടുപ്പ് ഇഷ്ടമില്ലാത്തതിന്റെ ഒരു കാര്യമാണ്. നമ്മള് ഈ വിറകടുപ്പ് എങ്ങോട്ടിരിക്കുന്ന അങ്ങോട്ട് പുക വരും. ആണോ? നമുക്ക് സവാള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് അതും കൂടി ഇനി വഴറ്റിയെടുക്കാം. നമ്മളിരിക്കുന്ന ഭാഗത്തേക്ക് പുക വരുന്നതുകൊണ്ടാണോ അടുപ്പ് ഇഷ്ടമില്ലാത്തത്? അത് കൊള്ളാലോ. നമ്മൾ എത്രയേ നാള് നമ്മൾ സ്വന്തമായിട്ട്
അന്നേരം അന്നേരമൊക്കെ മണ്ണെണ്ണ സ്റ്റവ് ആയിരുന്നു. അതേ വെച്ചൊക്കെ എന്ന് ചൂടായി വരാന് അത് പെട്ടെന്ന് ചൂടാവും. മണ്ണെണ്ണ സ്റ്റൗവിന് മണ്ണെണ്ണയ്ക്ക് പകരം നമ്മൾ ഡീസൽ ഒഴിക്കും. സ്റ്റൗവൊക്കെ കത്തിച്ച് അതിലോട്ട് സാധനം എല്ലാം വെക്കും. വണ്ടി റണ്ണിങ്ങിൽ ഓട്ടത്തിൽ തന്നെ അകത്തിരുന്ന് ചോറും കറിയൊക്കെ റെഡിയാവും. ചൂടും പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ചങ്ങ് പോവല്ലേ. പിന്നെ ഇപ്പോഴത്തെ പോലെ AC വണ്ടി വല്ലതും ആണ്. അന്ന് AC ഒന്നുമില്ല, AC ഇല്ല. ക്യാബിനകത്ത് തീ കത്തിക്കുമ്പം ചൂടാവും. തണുപ്പ് കാലത്ത് സുഖമാണ്. വേനൽക്കാലത്ത് പോകുമ്പം ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ആള് തീയൊക്കെ കത്തിച്ച് കഞ്ഞിയും കറിയൊക്കെ വെക്കും. ഓടിക്കുന്ന ആൾ ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. ഉപ്പ് മതിയോ? അത് കുറച്ചുകൂടെ വേണോ? മതി. കറക്റ്റാണോ? വെള്ളം തുടങ്ങി. ഇതെല്ലാം കണ്ടുപഠിച്ചിട്ട് ഇനി സ്വന്തമായിട്ട് വേണമെങ്കിൽ വെച്ച് നിന്നോണം കേട്ടോ. ഇതൊക്കെ അമ്മക്കറിയാം. കുഞ്ഞേ എല്ലാം റെഡി ആയിട്ടുണ്ട്. പൊടിയെല്ലാം എടുത്തോണ്ടോ, സവോളയൊക്കെ വഴന്നെല്ലാം റെഡിയായി. പൊടി എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതൊക്കെയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് തന്നു വിട്ടാണോ? ആണോ? ഒരു കാര്യം, നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേ. അതും കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇവനെ നല്ലപോലെ സെറ്റാക്കി എടുക്കാം. കുഞ്ഞേ ശകലം തീയും കൂടെ ഒന്ന് കൂട്ടി വെച്ചേ. കുഞ്ഞി തീ കൂട്ടിയോ? ഇനി വെള്ളം ഒഴിക്കണോ? ഇനി ശകലം കൂടെ കഴിയട്ടെ. മസാലയൊക്കെ നല്ലതൊന്ന് വറുത്ത് റെഡിയാകട്ടെ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചിക്കനെല്ലാം എടുത്ത് റെഡിയാക്കിക്കൊണ്ട് പോരെ. തേങ്ങാക്കൊത്തും കൂടി ഇങ്ങോട്ട് ഇട്ടു. ഇന്നത്തെ ചിക്കൻ കറി അടിപൊളിയായിരിക്കും കേട്ടോ. സെറ്റായിരിക്കും. എന്നിട്ട് അവസാനം ഇതൊരു സ്ഥിരം കലാപരിപാടി ആക്കണമെന്ന് പറഞ്ഞേക്കല്ലേ. അമ്മനെ വിളിക്കാന്ന്. ഈ ചൂടും പൊടി അടിച്ചെല്ലാം മൊത്തം പുകയടിച്ച് കണ്ണും നേരി പണി ചെയ്യാൻ നമ്മൾ ഗ്യാസ് വെച്ച് മൊത്തം ഉണ്ടാക്കാൻ സ്ത്രീജനങ്ങൾ വേണോ? തിരിഞ്ഞ് നോക്കുന്നുണ്ടോ നോക്കി. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നേച്ചേ. അവിടെ നിന്ന് അവിടെ വേറെ കണ്ട് പണിയാ കേട്ടോ. അതുകൊണ്ട് മാത്രം അല്ല, അത് എന്നാന്നറിയോ, ഗ്യാസ് ഞാൻ റൈസ് വെച്ചോളാന്ന് പറഞ്ഞു. അത് ഗ്യാസേ വെക്കുക. കൊള്ളാമല്ലേ? നല്ല ഐഡിയ. നമ്മളെ പോകാൻ വിട്ടേച്ച് ഗ്യാസിൽ റൈസും വെച്ചോണ്ടിരിക്കുക. ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടേക്കാം. ചിക്കൻ ഇടാൻ നേരം ശ്രീമതിയെ വിളിച്ച് ശ്രീമതിയെ കൊണ്ട് ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ? ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് പുകയൊക്കെ അടിച്ച് ഇവിടെ ഇരുന്ന് കരിഞ്ഞ്. അതല്ല, മഴയായാലും എനിക്ക് 2 അടുപ്പ് വാങ്ങിച്ചോണ്ട് തരുമോ? പിന്നെ ഇതുപോലെ കട്ടയല്ലേ ഇരിക്കുന്നത്. കട്ട വെച്ച് നമുക്ക് ഇഷ്ടം പോലെ അടുപ്പുണ്ടാക്കാം. ഒന്നും അല്ലായിരുന്നല്ലോ ഐഡിയ. ഐഡിയകൾ പലവിധം. നിനക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ. ചിക്കനെന്ന് കേട്ടപ്പോഴേ ഒരാൾക്ക് വിശപ്പ് തുടങ്ങി. സമയമൊക്കെ എങ്ങനെയും ആകട്ടെ. സമയമൊന്നും നോക്കണ്ട, വേഗം കഴിക്കാം. അതെ, നമ്മൾ നല്ലപോലെ ഇളക്കി എല്ലാം ജോയിന്റ് ആക്കി വെച്ചിട്ട് കേട്ടോ. മൂടി വെച്ചിട്ട് ചിക്കൻ്റെ അകത്തെ വെള്ളം ഇറങ്ങട്ടെ. ചിക്കൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇരുന്ന് വേഗം. നമ്മൾ ഈ സാധനമൊന്നും കണ്ടില്ലായിരുന്നു തോന്നുന്നു, ഉപ്പിലിട്ട് വെച്ചത്. കണ്ടായിരുന്നു. പിന്നെ അമ്മ അന്നേരം ഒരു നോട്ടം നോക്കും. അല്ല, നേരത്തെ പോലെ ഇപ്പൊ എടുക്കുന്നില്ല. നേരത്തെ ഒരു സാധനം ഉപ്പിലിട്ട് വെച്ച കാണത്തില്ല. ഇപ്പൊ അതിനോടുള്ളതൊക്കെ അങ്ങ് പോയി. ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കഴിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല, ഇപ്പൊ മാത്രമേ അറിയത്തുള്ളൂ. അത് കൊള്ളാം. എന്നാ പിന്നെ നീ ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് നമുക്ക് റൈസിന്റെ കൂടെ എടുക്കാം അല്ലേ? ഞാൻ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കി തരാം കേട്ടോ. നമുക്ക് ആദ്യം സവോള അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ടുണ്ടല്ലേ? അതെ, മുമ്പേ കറിക്കിടാനായിട്ട് ഞാൻ ഉപ്പെടുത്ത് ശകലം ബാക്കി വന്നത് ഞാൻ പിന്നെ ഈ പാത്രത്തിലോട്ട് വെച്ചത്. ആദ്യം സവോള അരിഞ്ഞു കൊടുക്കാം. ഇതെന്നാ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ സാധനം എടുത്തു വെച്ചേക്കുന്നത്? സ്പെഷ്യൽ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഏത് കാര്യത്തിൻ്റെ കൂടെ സ്പെഷ്യൽ എന്ന് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഞാനും അത് ആലോചിച്ചു. എന്നാ അതിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. എന്തെങ്കിലും കിടിനാപ്പ് കാണും. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ
അതെ, എന്നേലും വെറൈറ്റി കാണും. അതെ, ഇനി ഇതിനകത്തോട്ട് ഉപ്പിട്ടിട്ട് നല്ലപോലെ തിരുമ്മി എടുക്കാം നമുക്ക്. സവോള മാത്രം. നമ്മുടെ ബാക്കി പച്ചക്കറി ആദ്യം ഞാൻ സവോള തന്നെ അരിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേ. പിന്നെ ബാക്കി കുക്കുമ്പറും ക്യാരറ്റും പച്ചമുളകും കൂടി ഇതിനകത്ത് അരിഞ്ഞു. നമുക്ക് ഇതിനകത്തോട്ട് ഒരു നാരങ്ങ മുറിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയുടെ നീരൊന്നും ഇല്ലേ? നീരില്ലെന്ന് തോന്നുന്നു, എല്ലാം കൂടെ വറ്റിപ്പോയി കാണും ചൂട് കാരണം. അതെ, മുറ്റത്ത് നിന്ന് ഒരെണ്ണം പഴുത്തത് വരച്ചതാണേ, ആയിരിക്കും. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി. ആണോ, എന്തോ വെറൈറ്റിയാന്ന് പറഞ്ഞേ. കുരുമുളക് പൊടി ഇട്ട് ഇത്തിരി വിനാഗിരി ഒഴിക്കാം, 1 സ്പൂൺ. സ്പൂൺ വിനാഗിരി ഒഴിച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. പിന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം. ഉപ്പ് സവോളക്കകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതായതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് ഉപ്പിട്ടില്ലേ. ഉപ്പ് കാണുമായിരിക്കും, ഇതിനുള്ളതും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സെറ്റായി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറിയായോ നോക്കാം. കറിയായോ നോക്കി അച്ഛ റൈസ് ചോറ് വെന്ത് കേട്ടോ. അത് പെട്ടെന്ന് വെന്ത്. മറ്റേ കുഞ്ഞരിയില്ല ജീരകം, അതായതുകൊണ്ട് പെട്ടെന്ന് വെന്തത്. അച്ഛ ഇവിടെ റീലും കണ്ടോണ്ടിരിക്കുവാണോ? അച്ഛ കറിയൊന്നും ആയില്ലേ? കറിയൊക്കെ റെഡിയായി. കൊള്ളാല്ല. ഞാനവിടെ ചോറും ഞാൻ ഈ വാർത്തയൊന്നും നോക്കുമായിരുന്നു. ഉറുമ്പിനെ തല്ലിക്കുന്ന 2 പേർ പിടിയും. ഉറുമ്പിനെയോ? ഉറുമ്പിനെ അല്ല, ഞാനോടത്തിന് ഉറുമ്പിനെ തല്ലിക്ക. ഉറുമ്പിനെ അല്ല, ഉടുമ്പിനെ. ഇതിലേ കറിയൊക്കെ റെഡിയായിരുന്നു. ഞാൻ ചോറും വെച്ചു, സാലഡും ഉണ്ടാക്കി. ഞാൻ 2-3 ട്രിപ്പ് നമ്മൾ ഇളക്കി വെച്ചാ. വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ, ഇതിനകത്തെ വെള്ളം മാത്രം. പക്ഷെ നിങ്ങൾക്ക് ചാറ് വേണമല്ലോ. കുഴപ്പമില്ല, അത്യാവശ്യമുള്ള ചാറൊക്കെ ഉണ്ട്. കറിയൊക്കെ നല്ല സെറ്റായി. ഗ്രേവി ടൈപ്പ് ചാറ് വേണമെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇച്ചിരി വേണമെങ്കിൽ ചേർക്കാം. ഇത് മതി, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചാറ് കൂട്ടേണ്ടി വരും. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പം തീയും പുകയും ഏറ്റി ഇവിടെ ഇരുന്ന് ചിക്കൻ കറി ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഗ്യാസിൽ റെഡിയാക്കിയ റൈസും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ട്. ആണോ, പിന്നെ കഴിച്ചേക്കാം. മറ്റേ കുഞ്ഞരി ആയതുകൊണ്ട് അത് പെട്ടെന്ന് വേവുമല്ലോ. ചെറിയ അരി അല്ലേ? ചെറിയ അരി. അപ്പോൾ ഇന്ന് പോയി കഴിക്കാനൊക്കെ റെഡി ആയിരിക്കും. കണ്ടോ നമ്മുടെ പുതിയൊരു പൂവുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പേരുണ്ടല്ലോ ഇനി ഡാൻസിങ് ഗേൾ എന്ന് കണ്ട. ഇതിങ്ങനെ നോക്കുമ്പോൾ, ഈ പൂ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അല്ലേ? അതുകൊണ്ടാണ് നല്ല ഭംഗിയല്ലേ ഇതിന് കാണാൻ. ഞാൻ ഓർത്ത് ഇത് പോയതായിരിക്കും എന്ന് വിചാരിച്ചേ, പക്ഷെ പിന്നെയും കിളുത്ത് വന്നു. പൂവുണ്ടായി. ഇവിടെ ഒരു കൊല്ലം മുട്ടുമുണ്ട്. കറി റെഡിയായി, എടുത്തോണ്ട് പോ. ബാ, എല്ലാവരെയും വിളിച്ചോ. എല്ലാവരും ഇരുന്നോ കേട്ടോ. ഇന്നത്തെ റൈസ് അമ്മയുടെ വകയും ചിക്കൻ എൻ്റെ വക. പിന്നെ ബേക്കറി അരി ആയതല്ലേ, നല്ല ടേസ്റ്റുള്ള അരിയാണ് കേട്ടോ. ഇപ്പൊ മിക്കവാറും കിട്ടുന്ന ബിരിയാണിക്കകത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചേ എല്ലാം ഇതിനകത്ത് ഈ സൈസ് അരിയായിരുന്നു അല്ലേ? ജീരക റൈസ്. നല്ല ടേസ്റ്റാണ്. ജീരകത്തിന്റെ അത്രയും പോലും ഇല്ലത്. സോഫ്റ്റ് റൈസ്. ഇത് ചെടിലി ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ചമ്മച്ചി വന്നു കഴിയുമ്പോൾ വേറെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നാളെ വരത്തില്ലേ? മതി മതി മതി. അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ടേ കുറച്ചു നേരം വിശ്രമിക്കുക. എന്നിട്ട് വൈകുന്നേരമേ ഗാനമേളയ്ക്ക് പോകാം കേട്ടോ. പോപ്പിക്ക് അധികം ചിക്കൻ വേണ്ടെന്നോ. പോപ്പിക്ക് അളന്ന് മതിയായിരിക്കും. 100 ഗ്രാം ആണോ? അച്ചാർ വേണോ? കറി കൊള്ളാം. അച്ചമ്മച്ചിയുടെ കൈപ്പുണ്യമാണെന്ന് തോന്നുന്നു. ലോറിക്കറിയാന്നൊക്കെ പറഞ്ഞ് നേരത്തെ പിന്നെ കിഴങ്ങ് കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറഞ്ഞിട്ട് പറയുന്ന കാര്യം. സമയമുണ്ടല്ലോ, നമുക്ക് കൊള്ളാം കറി. എവിടെയെങ്കിലും പോകുന്ന വഴി വെച്ച് കഴിച്ചൊക്കെ.
അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെച്ച് കഴിക്കുമ്പോഴും. കോപ്പി ഇതൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പ്രോട്ടീൻ നോക്കുക. പ്രോട്ടീൻ അതിന് എത്ര ഗ്രാം ഉണ്ടെന്നോ? ഗാനമേളയ്ക്ക് പോകാൻ റെഡിയായി. 7 മണിക്ക് ഗാനമേള തുടങ്ങിയ ദിവസം 7:30ആയി. തീരുന്നതിന് മുമ്പായാലും പോകാൻ പറ്റുമോ? 10 മണി വരെ കാണാമായിരിക്കും. ഗാനമേളയൊക്കെ തകർത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പള്ളിയുടെ അവിടെ എവിടെയെങ്കിലും കയറി നിൽക്കാം കേട്ടോ. ഇറങ്ങിപ്പോയി നമുക്ക് നോക്കിയിട്ട് വരാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.